മാക്സിൻ്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോമൺ ആയിട്ടുള്ള സോൾട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സോൾട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആസിഡ്സിനെ പറ്റി ബേസിസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കമ്പൈൻ ചെയ്തിട്ട് മൂന്നാമത്തെ കാറ്റഗറിയായ സോൾട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു ഷോർട്ട് ലെക്ചറാണ്, ഒരുപാട് കാര്യങ്ങളില്ല. പ്രിപ്പറേഷൻസ് ഓഫ് സാൾട്ടിൻ്റെ ബേസിക്സ് മാത്രമാണ്. അത് ലബോറട്ടറി പ്രിപ്പറേഷൻ എന്ന് പറയുന്നൊരു സെക്കൻഡ് മോഡ്യൂളായിട്ടാണ്. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ബേസിക്സ് മാത്രമുള്ള ഒരു മോഡ്യൂളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് തരം സാൾട്ടുകളാണ് നമുക്കുള്ളത്, സോലിബിൾ സാൾട്ടുകളും ഇൻസോലിബിൾ സാൾട്ടുകളും. സോലിബിൾ സാൾട്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സാൾട്ടുകളെ സോലിബിൾ സാൾട്ട് എന്നും ഡിസോൾവ് ചെയ്യാത്തതിന് ഇൻസോലിബിൾ സാൾട്ട് എന്നും പറയും. ബട്ട് ദർ ആർ ആൾസോ പാർഷ്യലി സോലിബിൾ അല്ലെങ്കിൽ പാർഷ്യലി ഇൻസോലിബിൾ സാൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് കുറച്ച് അതുപോലെ തന്നെ സ്പാരിംഗ്ലി സോലിബിൾ ആയിട്ടുള്ള സാൾട്ടുകളും ഉണ്ട്. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് ഇറ്റ് സോലിബിൾ ഓർ ഇൻസോലിബിൾ എന്നുള്ള രീതിയിൽ മാത്രം ക്ലാസിഫൈ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോല്യുബിൾ സാൾട്ടുകളാണ്, അതായത് എന്താണ് സോല്യുബിൾ ആയിട്ടുള്ള സാൾട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സോല്യുബിൾ ആയിട്ടുള്ള സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവിങ് ആയിട്ടുള്ള സാൾട്ടുകളെയാണ് സോല്യുബിൾ സാൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോല്യുബിൾ സാൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പിനേഷനാണ്. അതായത് രണ്ട് എലമെൻറ്റുകളെ ഡയറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് കോമ്പിനേഷൻ മെത്തേഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡയറക്റ്റ് കോമ്പിനേഷൻ? രണ്ട് എലമെൻറ്റുകളെ എടുത്ത്, ഒരു മെറ്റലിനെ ഒരു നോൺ മെറ്റലിനെ എടുത്ത് രണ്ടും കൂടി ഒരുമിച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് കോമ്പിനേഷൻ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അയണിനെ ഞാൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ്. അയണും ക്ലോറൈഡ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഹീറ്റ് ചെയ്യുകയാണ്, ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2FeCl3 കിട്ടും, ഫെറിക് ക്ലോറൈഡ് എനിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്താണ് സോൾട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ്, സോല്യുബിൾ ആയിട്ടുള്ളൊരു സോൾട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് വിച്ച് ഈസ് ഡയറക്റ്റ് കോമ്പിനേഷൻസ്. അതുപോലെ തന്നെ സെക്കൻഡ് മെത്തേഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. അധികം ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേര് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് എലമെൻറ്റിനെ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് എലമെൻ്റ് എടുത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് എന്തിനാണ്? അതിൻ്റെ റാഡിക്കൽ പാർട്ടിനെ എക്സ്ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ റാഡിക്കൽ പാർട്ടിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എലമെൻറ്റ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരിക്കുന്നതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മെറ്റലാണ് ഡിസ്പ്ലേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, വിച്ച് ഈസ് സൾഫ്യൂരിക് ആസിഡ്. ആൻഡ് ദ തിങ് ഈസ് വി മൈറ്റ് യൂസ് ഡൈലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സിംഗിൾ സൾഫേറ്റും അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റിയാക്ഷൻ കൂടി ഞാൻ എഴുതാം. ഈ രണ്ട് റിയാക്ഷനിലും ഒരേ സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെറ്റൽ ആറ്റം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തിട്ട് ഹൈഡ്രജൻ ആറ്റംസിനെ പുറത്തേക്ക് വരും. ഇവിടെ നടക്കുന്ന കണ്ടീഷനെ എഫറവസൻസ് എന്നാണ് പറയുന്നത്. കാരണം ഹൈഡ്രജൻ ഗ്യാസ് എന്താണ് ലിബറേറ്റ് ചെയ്യുകയാണ്. ഇതിനെ നമ്മളൊരു ഫ്ലെയിമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ട് എടുത്ത് കത്തുകയാണ് സംഭവിക്കുന്നത്. കാരണം ഹൈഡ്രജൻ ഈസ് എ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസ്. സോ എന്താണ് നമ്മൾ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എലമെൻ്റ് എടുത്ത് ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് നമ്മളെന്താണ് സിംഗിൾ സൾഫേറ്റും ഫെറസ് സൾഫേറ്റും പ്രിപ്പയർ ചെയ്യണം. കറസ്പോണ്ടിങ്ങിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സോല്യുബിൾ സാൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ് വാട്ടർ സോല്യുബിൾ ആയിട്ടുള്ള രണ്ട് സാൾട്ടുകളായിരിക്കും നമുക്ക് കിട്ടുക. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ, വിച്ച് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡീകമ്പോസിഷനാണ്. അതായത് ഒരു എലമെൻറ്റിനെ ഒന്നോ രണ്ടോ എലമെൻറ്റിനെ എടുത്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡുകളെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സാൾട്ടുകളെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡുകളെ സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുന്നത്? ഡീകമ്പോസിഷൻ എന്ന് കൃത്യമായിട്ട് പറയുന്നത്. തിയറിറ്റിക്കലി ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾസിനകത്ത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കാർബണേറ്റുകൾ ആദ്യം അത് കാണിക്കും. കാർബണേറ്റ്സ് ഒന്നിൽ കൂടുതൽ ഓരോന്നിനും 3-4 എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന കോമ്പൗണ്ട് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്, NaHCO3. സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? NaCl, സോഡിയം ക്ലോറൈഡ് കിട്ടും.
അതുപോലെ തന്നെ വാട്ടർ കിട്ടും, പ്ലസ് എനിക്ക് എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് എലിമിനേറ്റ് ആയിട്ട് പുറത്തു പോകും. അത് എന്ത് കേസ് കഴിയുമ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് കാർബണേറ്റ്സിൻ്റെ കേസിൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ഒരു സൾഫൈറ്റ്സുകളിലോ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ സൾഫൈഡുകളിലോ. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് H2S ആണ് കോമ്പൗണ്ട്. H2Sനെ എടുത്തു കഴിഞ്ഞാലും ഈ സെയിം റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ Na2SO3 പ്ലസ് 2HCl എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ തമ്മിൽ റിയാക്ട് ചെയ്യിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, 2 NaClഉം അതുപോലെ തന്നെ H2O എനിക്ക് കിട്ടും. രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് H2O കിട്ടും. അതുപോലെ തന്നെ SO2 എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതെന്ത് എക്സാമ്പിളാണ്, കാർബണേറ്റ് കഴിഞ്ഞു, സൾഫൈറ്റ് കഴിഞ്ഞു, സൾഫൈറ്റും ഹൈഡ്രജൻ കാർബണേറ്റുകളും എടുത്താൽ കിട്ടുന്ന റിയാക്ഷൻ. ഇനി അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്നത് ഒരു കോമ്പൗണ്ട് കൂടെയുണ്ട്, സൾഫൈഡുകൾ എടുത്താൽ എനിക്ക് റിയാക്ഷൻസ് പോസിബിൾ ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൾഫൈഡ്സ് എനിക്ക് എടുക്കാം. സൾഫൈഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് K2S പൊട്ടാസ്യം ഡൈപൊട്ടാസ്യം സൾഫൈഡ്, പൊട്ടാസ്യം സൾഫൈഡ് എന്ന് പറഞ്ഞാൽ മതി. അതിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, K2SO4 പൊട്ടാസ്യം സൾഫേറ്റും കിട്ടും. അതുപോലെ തന്നെ H2 ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ആയിട്ട് പോകും, വിച്ച് ഈസ് എസ്കേപ്പിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ ഗ്യാസ്. ഓക്കെ, അപ്പോൾ എന്താണ് സോലിബിൾ സോൾട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ് പറഞ്ഞു. ഡയറക്റ്റ് കോമ്പിനേഷൻ, സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷനകത്ത് കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യാം, അതുപോലെ തന്നെ സൾഫൈറ്റുകൾ ഹൈഡ്രജൻ സൾഫൈറ്റുകൾ ഡീകമ്പോസ് ചെയ്യാം, അതുപോലെ തന്നെ സൾഫൈഡുകൾ ഡീകമ്പോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ എന്താണ് സോലിബിൾ ആയിട്ടുള്ള സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സോലിബിൾ ആയിട്ടുള്ള സോൾട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് സോലിബിളായിട്ട് നമ്മൾ സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ സോലിബിൾ ആയിട്ടുള്ള സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെന്ന് പറയുന്നത് ഇറ്റ്സ് പ്രെറ്റി സ്ട്രൈറ്റ് ഫോർവേഡ്, വിച്ച് ഈസ് അപ്പോൾ നമുക്ക് ഇൻസോലിബിൾ സാൾട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻസോലിബിൾ ആയിട്ടുള്ള സാൾട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളെ പോലെ തന്നെ ഡയറക്റ്റ് കോമ്പിനേഷനാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോമ്പിനേഷനകത്ത് നമ്മളെന്താണ് ഒരു മെറ്റൽ എടുക്കാം, അതുപോലെ തന്നെ നോൺ മെറ്റൽ, അതായത് ലെഡിനെ നമ്മളെടുത്തു സൾഫർ എൻവയോൺമെൻറ്റിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് കിട്ടുന്ന എന്താണ് ലെഡ് സൾഫൈഡായിട്ട് നമുക്ക് പുറത്ത് കിട്ടും, വിച്ച് ഈസ് എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് കോമ്പിനേഷൻസ്. ഇതുപോലെ തന്നെ അയണിനെയും സൾഫറിനെയും കൂടെ റിയാക്ട് ചെയ്യിച്ചാൽ തമ്മിൽ റിയാക്ട് ചെയ്തു വിത്തിൻ്റെ പ്രസൻസ് ഓഫ് ഹീറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ് ഫെറസ് സൾഫൈഡ് ആണ്, വിച്ച് ഈസ് ആൾസോ എന്താണ് ഇത് രണ്ടും എന്താണ് ഇൻസോലിബിൾ ആയിട്ടുള്ള രണ്ട് സോൾട്ടാണ്. അപ്പോൾ ഇൻസോലിബിൾ സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് അസിഡിക് ഓക്സൈഡ് വിത്ത് ബേസിക് ഓക്സൈഡ്. അസിഡിക് ഓക്സൈഡിനെ ബേസിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് ഇൻസോലിബിൾ സോൾട്ട്. അസിഡിക് ഓക്സൈഡിനെ ബേസിക് ഓക്സൈഡ്സുമായിട്ട് കമ്പൈൻ ചെയ്യിക്കുമ്പോൾ സോ അങ്ങനെ കമ്പൈൻ ചെയ്യിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന രണ്ട് ഫൈനൽ കോമ്പൗണ്ടുകൾ എന്താണ് മോസ്റ്റ് പ്രോബബിളി എന്തായിരിക്കും, അത് ഇൻസോലിബിൾ ആയിട്ടുള്ള രണ്ട് സോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മളൊരു അസിഡിക് ഓക്സൈഡായിട്ട് ഞാൻ പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡാണ് SO2, അതുപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡിൽ റിയാക്ട് ചെയ്യിക്കുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് കാൽഷ്യം സൾഫോണേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് CO2വിനെ കാൽഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഹീറ്റ് വിത്ത് പ്രസൻസ് ഓഫ് ഹീറ്റിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ടെക്നിക്കലി ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പിനേഷൻ, സെക്കൻഡ് എന്ന് പറയുന്നത് അസിഡിക് ഓക്സൈഡിനെ ബേസിക് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നത്. തേർഡ് എന്ന് പറയുന്നത് ക്വൈറ്റ് സിമ്പിൾ, ഇറ്റ് ഈസ് പ്രിസിപ്പിറ്റേഷൻ ആണ്. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് സോൾട്ടിന് കിട്ടുന്ന റിയാക്ഷൻസ് ആണ് പ്രിസിപ്പിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് പിഞ്ച് ഓഫ് ബേരിയം ക്ലോറൈഡ്, ഒരു ബേരിയം ക്ലോറൈഡിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, എനിക്ക് ബേരിയം സൾഫേറ്റ് കിട്ടും, വിച്ച് ഇസ് ബേരിയം ഈ സൾഫറിനെ പിടിക്കും, ഈ ഹൈഡ്രജൻ ക്ലോറിനെ പിടിക്കും. അപ്പോൾ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായിട്ട് കിട്ടും, പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ബാക്കി എത്ര ഉണ്ടാവും, എനിക്ക് HCl എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ടും പുറത്തേക്ക് വരും. മേ ബി ഇത് എന്താണ് സൊല്യൂഷനായിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡായിട്ട് നിൽക്കും. ചിലപ്പം ടെമ്പറേച്ചർ ഹയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറി ചിലപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ബേരിയം സൾഫറിനെ പ്യുവറായിട്ട് നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ എന്താണ് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ് ലെഡ് നൈട്രേറ്റിനെ നമ്മൾ എടുക്കുന്നു.
അതിനെ HCl കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 HCl കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ലെഡ് ക്ലോറൈഡ് ആണ്. PbCl2 എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും അതുപോലെ തന്നെ HNO3 2HNO3 എന്ന് പറയുന്നത് എന്താണ് നൈട്രിക് ആസിഡായിട്ടും എനിക്ക് എന്താണ് അത് കിട്ടും. ഇവിടെ എന്താണ് ഇതൊരു ആസിഡും ഒരു സോൾട്ടുമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇൻ ബോത്ത് കേസസ് വി മൈറ്റ് അപ്ലൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോഴാണ് യൂഷ്വലി നമുക്കിത് കിട്ടുക. ഇനി 2-3 എക്സെപ്ഷൻ ആയിട്ടുള്ള ഈ ഒരു റിയാക്ഷനകത്ത് തന്നെ 2-3 എക്സെപ്ഷണലായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 1-2 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് കൂടെ നോക്കാം. അതിൽ ഫസ്റ്റ് കാര്യം പറഞ്ഞിരിക്കുന്നത് സിൽവർ ക്ലോറൈഡും അതുപോലെ തന്നെ ബേരിയം സൾഫേറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിൽവർ ക്ലോറൈഡ് സിൽവർ ക്ലോറൈഡിൻ്റെ ഫോർമേഷനാണ്. സിൽവർ ക്ലോറൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിൽവർ നൈട്രേറ്റ് എടുക്കണം, വിച്ച് ഈസ് യൂഷ്വലി എന്താണ് ഒരു ഫോട്ടോ കെമിക്കലി ആക്റ്റീവ് ആയ കോമ്പൗണ്ടാണ്. കാരണം എന്താണ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇത് ഈ ഒരു സാധനം ആക്ടിവേറ്റ് ആവുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യും. പ്രത്യേകിച്ച് ടെമ്പറേച്ചർ ഒന്നും ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് AgCl കിട്ടും, സിൽവർ ക്ലോറൈഡും വിച്ച് ഈസ് എ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും, പ്ലസ് HNO3 കിട്ടും. ഇനി അതുപോലെ തന്നെ ബേരിയം സൾഫേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ബേരിയം ക്ലോറൈഡ് ദെയർ. സോ പ്രോബബ്ലി നമുക്ക് സൾഫേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് കൊടുത്തിരിക്കണം, H2SO4 സൾഫ്യൂരിക് ആസിഡ് നമ്മൾ കൊടുത്തിരിക്കണം. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ബേരിയം സൾഫേറ്റും കിട്ടും, അതുപോലെ തന്നെ എന്താണ് HCl കിട്ടും, ഇത് കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ കാരണം ഇത് ആദ്യം എഴുതിയ റിയാക്ഷൻ തന്നെ ആണിത്, പക്ഷേ ഈ റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കണ്ടീഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ബീക്കറിൻ്റെ സൈഡിൽ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. സോ ഈ റിയാക്ഷൻ തന്നെയാണ് ഈ റിയാക്ഷൻ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മൈറ്റ് ബി ആസ്കിങ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് തിങ്സ് ടു. അതുപോലെ തന്നെ കാർബണേറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ ഒരു മിക്കവാറും ഉള്ള കാർബണേറ്റ്സ് എല്ലാം ഇൻസോലുബിൾ ആണ്. സോ കാർബണേറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന 2 സിമ്പിൾ മെത്തേഡുണ്ട്. ഒരെണ്ണമെന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റിനെ നമ്മൾ സോഡിയം കാർബണേറ്റുമായിട്ട് Na2CO3 ആയിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോഡിയം സൾഫേറ്റും കിട്ടും, പ്ലസ് എന്താ കിട്ടുക, സിങ്ക് കാർബണേറ്റ് കിട്ടും, വിച്ച് ഈസ് ദി പ്രസിപ്പിറ്റേറ്റ് വി നീഡഡ്. അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ ബേരിയം കാർബണേറ്റ് നമുക്ക് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. സെയിം മെത്തേഡ് ബേരിയം ക്ലോറൈഡ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആവശ്യമായ സോൾട്ട് ആയിരിക്കും, NaCl ആയിരിക്കും കിട്ടുക, പ്ലസ് എന്തും കൂടെ കിട്ടും, നമുക്ക് ബേരിയം കാർബണേറ്റും കിട്ടും. അപ്പം ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസോലുബിൾ സോൾട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സാണ് ഇത്രയും നേരം പറഞ്ഞത്. ഡയറക്റ്റ് കോമ്പിനേഷൻ, അസിഡിക് ഓക്സൈഡിനെ ബേസിക് ഓക്സൈഡോട്ട് കമ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, 2-3 കോമ്പൗണ്ട്സ് എടുത്ത് പറഞ്ഞു, സിൽവർ ക്ലോറൈഡ്, ബേരിയം സൾഫേറ്റ്, അതുപോലെ തന്നെ കാർബണേറ്റും കിട്ടി. ഇനി ഇതിനകത്ത് സംഭവിക്കുന്ന ഈ ഒരു റിയാക്ഷനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സൾഫേറ്റ് ആറ്റം, ഈ ഇരിക്കുന്ന സോഡിയം ആറ്റം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അതിനാവശ്യമായ റാഡിക്കൽസിനെ പിടിച്ചുകൊണ്ട് പോവുകയും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇരിക്കുന്ന ഈ റാഡിക്കലിനെ പിടിച്ചുകൊണ്ട് പോവുകയും ഇവിടെ ഇരിക്കുന്ന സൾഫർ ആറ്റത്തിനെ എന്ത് ചെയ്യും, ഈ സൾഫർ ആറ്റത്തിനെ പിടിച്ച് വാങ്ങുകയും ബാക്കിയുള്ള കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ കൊടുക്കും. ഇത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ റിയാക്ഷൻ സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന റിയാക്ഷൻസിനെ നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും. വിച്ച് ടു നെഗറ്റീവ് അയൺസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് അയൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും, ബാക്കി പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. So these are about the main methods of preparation for insoluble and soluble salt. Insoluble salt ഉം soluble salt ഉം പ്രിപ്പയർ ചെയ്യുന്ന 2 സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സുകൾ മാത്രമാണ് ഈ മൊഡ്യൂൾ പറഞ്ഞത്. അടുത്തത് കറക്റ്റ് നമ്മൾ ഇരിക്കുന്ന കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.